بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فسقى لهما ثم تولى إلى الظل فقال رب إني لما أنزلت إلي من خير فقير. وأيضا قال الله تعالى يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ വിശ്വാസിനികളെ, പടച്ച റബ്ബിൻ്റെ വിധിവിലക്കുകളും അവൻ്റെ നിയമ നിർദ്ദേശങ്ങളും നമ്മുടെ രഹസ്യ പരസ്യ ജീവിതത്തിലൊക്കെയും സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുകളിൽ അത്യുന്നതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ മുത്തക്കികളായി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും നാം ജീവിക്കുന്ന കാലമത്രയും യഥാർത്ഥ മുത്തഖികളിലും മുവഹിദുകളിലും ഉൾപ്പെടുത്തി അല്ലാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു അനുചരൻ രോഗബാധിതനായി 2-3 മാസം കിടപ്പിലായപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തെ ഒന്ന് സന്ദർശിക്കാറുണ്ടായിരുന്നു. ഹദീസിൽ കാണാം, ആ മനുഷ്യൻ രോഗം വന്ന് ആകെ ക്ഷീണിച്ച് ഒരു പക്ഷിയുടെ അവസ്ഥ പോലെ ബെഡിൻ്റെ ഒരു ഭാഗത്ത് ചുരുണ്ട് കിടക്കുന്ന ആ അനുചരനോട് അല്ലാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, താങ്കൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാറില്ലേ? ആ അനുചരൻ പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലെ, ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. വീണ്ടും അല്ലാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, താങ്കൾ എന്താണ് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്? അപ്പോഴാണ് ആ അനുചരൻ പറഞ്ഞത്, അല്ലാഹുവിൻ്റെ റസൂലെ, ഖബറും പരലോകവുമൊക്കെ എനിക്ക് വല്ലാത്ത ഭയപ്പാടാണ്. അല്ലാഹുവേ, ഈ ലോകത്ത് നീ എന്നെ പരീക്ഷിച്ചാലും ഖബറിലും നാളെ പരലോകത്തും നാഥാ നീ എന്നെ പരീക്ഷിക്കരുതേ എന്നാണ് ഞാൻ നിരന്തരം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാറുള്ളത്. ഇത് കേട്ട് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, നഊദു ബില്ലാഹ്. ആ അനുചരനോട് എന്നിട്ട് പറഞ്ഞു, അല്ലാഹു ഒരു മനുഷ്യനെ ഈ ലോകത്ത് പരീക്ഷിക്കാൻ തീരുമാനിച്ചാൽ നമുക്കതിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. നിനക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൂടായിരുന്നു, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന, ഞങ്ങളുടെ നാഥ, ആതിനാ ഫിദ്ദുനിയാ ഹസന, ഈ ലോകത്തും നീ ഞങ്ങൾക്ക് നന്മ പ്രദാനം ചെയ്യണേ, ശരീരസുഖവും മനസ്സിന് സമാധാനവും ശാന്തിയും. അതുമാത്രം പോരാ, വഫിൽ ആഖിറതി ഹസനതൻ, പരലോകത്തും നാഥ നീ ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യണേ. വഖിനാ അദാബന്നാർ, അല്ലാഹുവേ, നീ നരകത്തിൽ നിന്നും നീ ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണമേ എന്ന് നിനക്കങ്ങനെ പ്രാർത്ഥിച്ചുകൂടായിരുന്നു എന്ന് ആ അനുചരനോട് അല്ലാഹുവിൻ്റെ റസൂല് ചോദിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം,
ഒരു മനുഷ്യന്റെ രക്ഷാകവചം എന്ന് പറയുന്നത് പരലോകം മാത്രമല്ല, ഈ ലോകത്തും സമാധാനവും ശാന്തിയും സ്വസ്ഥതയും ഒക്കെ നമുക്ക് കിട്ടണം. പരലോകത്തും നമുക്ക് സമാധാനവും കുളിർമയും നമുക്ക് കിട്ടണം എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ ആ അനുചരനെ ഓർമ്മപ്പെടുത്തിയത്. നമ്മളും നിരന്തരം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ട്, അള്ളാഹുവെ സങ്കടപ്പെടുത്തുന്ന അവസ്ഥകളിൽ നിന്ന്, സങ്കടപ്പെടുത്തുന്ന രോഗങ്ങളിൽ നിന്ന്, കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന്, ഭയപ്പെടുത്തുന്ന കുടുംബാന്തരീക്ഷണങ്ങളിൽ നിന്ന്, മകനെ കൊണ്ട് മകളെ കൊണ്ടുള്ള പരീക്ഷണങ്ങളിൽ നിന്ന്, വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ കൊണ്ടുള്ള പ്രതിസന്ധികളിൽ നിന്ന് നാഥാ നീ ഞങ്ങളെ പരിരക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ എന്ന് നിരന്തരം അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കാറുണ്ട്. നാം പ്രാർത്ഥിക്കാറുണ്ട് എങ്കിലും നമ്മെ ശുദ്ധീകരിക്കുന്നതിനു വേണ്ടി, നമ്മെ സംസ്കരിക്കുന്നതിനു വേണ്ടി, നാം വിശ്വാസത്തിന്റെ ഒരു വിശ്വാസിയുടെ പക്വതയിലേക്ക് എത്തുന്നതിനു വേണ്ടി അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് നമ്മെ ഓർമ്മപ്പെടുത്തി, വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, പരീക്ഷണമായി കൊണ്ട് അള്ളാഹു ഖൈറു കൊണ്ടും ഷർറു കൊണ്ടും അഥവാ സന്തോഷം കൊണ്ടും സങ്കടങ്ങൾ കൊണ്ടും നിങ്ങളെ ഞാൻ പരീക്ഷിക്കും. വഇലൈനാ തുർജഊൻ, എന്തെല്ലാം സന്തോഷങ്ങളും സങ്കടപ്പെടുത്തുന്ന പരീക്ഷണങ്ങളും ഉണ്ടായാലും വഇലൈനാ തുർജഊൻ, നിങ്ങൾ എൻ്റെ അടുക്കലേക്കാണ് മടങ്ങി വരേണ്ടത്. ഈ വചനങ്ങളിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ് സഹോദരങ്ങളെ? നമ്മൾ നിരന്തരം സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി പ്രാർത്ഥിക്കുമെങ്കിലും നമ്മെ ശുദ്ധീകരിക്കുന്നതിനു വേണ്ടി അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. രാവിലെ തൊഴിലിടത്തേക്ക് പോയതാണ്. അവിടെ എത്തിയപ്പോ വീട്ടിൽ നിന്ന് ഫോൺ വരുന്നു. നമ്മുടെ ഭാര്യക്ക് വയറിന് വല്ലാത്ത വേദനയും പ്രയാസവും അനുഭവപ്പെടുന്നുണ്ട്. പണിസ്ഥലത്ത് നിന്ന് ലീവെടുത്ത് ഭാര്യയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലുകളിൽ നിന്ന് ഹോസ്പിറ്റലുകളിലേക്ക് മാറി മാറി അവസാനം വിദൂരമായ ചികിത്സകൾ തേടി തന്റെ അക്കൗണ്ട് സീറോ ബാലൻസിലേക്ക് എത്തുന്നതുവരെ ആ പരീക്ഷണം മുന്നോട്ട് പോകുമ്പോഴും ഒരു വിശ്വാസിയുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് നെഞ്ചുരുകിക്കൊണ്ട് പ്രാർത്ഥിക്കും, അല്ലാഹുവേ എന്നെ കൊണ്ട് താങ്ങാനാകാത്ത പരീക്ഷണങ്ങൾ എനിക്ക് നീ നൽകരുതേ. നമ്മുടെ മകളെ വിവാഹം ചെയ്തയച്ച് ഒരു പേരക്കുട്ടിയെ കാണണമെന്ന വല്ലാത്ത കൊതിയും ആഗ്രഹവുമാണ്. 8-9 മാസം കഴിഞ്ഞ് സ്കാനിങ് കഴിയുമ്പോൾ സ്കാനിങ് റിപ്പോർട്ടിൽ വരുന്നു, വയറിന്റെ ഉള്ളിലെ കുഞ്ഞിന്റെ പൊസിഷൻ മാറിക്കിടക്കുന്നുണ്ട്. കുഞ്ഞിന്റെയും അമ്മയുടെയും ജീവിതം അപകടത്തിലാണെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാതെ വിങ്ങിപ്പൊട്ടുകയും സങ്കടത്തോടുകൂടി പാതിരാവിൽ പ്രാർത്ഥിക്കുകയും ചെയ്യും. അഥവാ ഒരു സത്യവിശ്വാസി നിരന്തരം അള്ളാഹുവിനോടാണ് അവൻ പ്രാർത്ഥിക്കുന്നത്. പലപ്പോഴും ഇത്തരം ദുരന്ത മുഖങ്ങളിൽ മനുഷ്യർ നിസ്സഹായരായി പോകുന്ന ചില അവസരങ്ങളുണ്ട്. 4-5 വർഷങ്ങൾക്ക് മുമ്പ് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, നമ്മേക്കാളും നല്ല ആരോഗ്യവാന്മാരായിരുന്ന, സാമ്പത്തിക ശേഷിയും സൗകര്യങ്ങളും ഉണ്ടായിരുന്ന 60 ലക്ഷത്തോളം മനുഷ്യരാണ് മനുഷ്യന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ടുപോലും കാണാൻ കഴിയാത്ത ഒരു കോവിഡ് വൈറസിന്റെ പിന്നിൽ അള്ളാഹുവിന്റെ പരലോകത്തേക്ക് യാത്രയായത്. മനുഷ്യൻ ആർജിച്ചെടുത്ത ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ മുട്ടുമടക്കിക്കൊണ്ട് മനുഷ്യരെല്ലാവരും വീടിന്റെ ഉള്ളിൽ ക്വാറന്റൈനിൽ അകപ്പെട്ടുപോയ
ഒരു വല്ലാത്ത അവസ്ഥയെക്കുറിച്ച് നാം ഒന്നൊക്കെയും ചിന്തിക്കണം സഹോദരന്മാരെ. ഇവിടെയെല്ലാം ഒരു സത്യവിശ്വാസിയെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങളൊക്കെയും അള്ളാഹുവിന്റെ മുന്നിൽ കേഴേണ്ടവരാണ്, അള്ളാഹുവിന്റെ മുന്നിൽ ആവശ്യക്കാരാണ്. അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്, അള്ളാഹുവാണ് ധന്യനും എല്ലാ സ്തുതികൾക്കും അർഹൻ അല്ലാഹു മാത്രമാണ്. ഈ വചനത്തിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ചില സുപ്രധാന കാര്യങ്ങളാണ് സഹോദരങ്ങളെ. ഈ ലോകത്ത് ജീവിക്കുന്ന വിശ്വാസികളാണെങ്കിലും ഇനി വിശ്വാസമില്ലാത്ത അവിശ്വാസികളാണെങ്കിലും ഇനി മതനിരാസം നടത്തുന്ന മതനിഷേധികളായ മനുഷ്യരാണെങ്കിലും അവരൊക്കെയും അള്ളാഹുവിന്റെ മുന്നിൽ ആവശ്യക്കാരാണ്. പലപ്പോഴും 5 നേരത്തെ നമസ്കാരങ്ങളിലും അല്ലാത്ത സമയങ്ങളിലും ഒക്കെ നാം നിരന്തരം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. ഒരു മനുഷ്യനെ ഓർമ്മപ്പെടുത്തുന്നത് നാം ജീവിക്കുന്നതും നാം ശ്വസിക്കുന്നതും നാം രോഗമില്ലാതെ ഇവിടെ ജീവിക്കുന്നതും നമുക്ക് കിട്ടുന്ന നിർഭയത്വവും അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. വിദഗ്ധനായ ഒരു ഡോക്ടറുടെ അടുക്കൽ, വിശ്വാസിയായ ഒരു ഡോക്ടറുടെ അടുക്കൽ രോഗിയായ ഒരു മനുഷ്യൻ പറഞ്ഞു, എന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്, എന്നെ അപകടകരമായ അവസ്ഥയിൽ എന്നെ താങ്ങിയെടുത്തത് ഡോക്ടറെ അങ്ങാണ്, അങ്ങ് വിചാരിച്ചത് കൊണ്ടാണ് ഞാൻ ജീവിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ അള്ളാഹുവിൽ വിശ്വാസിയായ ആ വിശ്വഗ്രൻ അദ്ദേഹത്തിന് കൊടുത്ത മറുപടി, ഞാനൊരു ഉപാധി മാത്രമാണ്. താൻ നിവർന്നു നിൽക്കുന്നതും താൻ ആരോഗ്യത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കുന്നതും ഈ ലോകത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ്. ഏതൊരു മനുഷ്യരും ചില അസന്നിഗ്ധ ഘട്ടങ്ങളിൽ മതനിഷേധികളായ മനുഷ്യര് പോലും ഹൃദയം തുറന്ന് സൃഷ്ടാവിലേക്ക് നൊമ്പരപ്പെടുന്ന അവസ്ഥകളുണ്ട് സഹോദരങ്ങളെ. മഹാനായ പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലൂടെ അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മനുഷ്യര് മാത്രമല്ല, പ്രവാചകന്മാരും അള്ളാഹുവിലേക്ക് സഹായം തേടുന്ന ചില അവസരങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖസസിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തി. നമുക്കൊക്കെയും അറിയാം മഹാനായ മൂസാ അലൈഹിസ്സലാമിന്റെ ചരിത്രം. മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ വംശപരമ്പര ബനി ഇസ്രായേലികളിൽപ്പെട്ട ഒരു സാധു മനുഷ്യനെ കവലയിൽ ആക്രമിക്കപ്പെടുകയും ബുദ്ധിമുട്ടിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ട് അന്നത്തെ ഭരണപക്ഷമായിരുന്ന കിബിത്തികളിൽപ്പെട്ട ഒരു മനുഷ്യനെ ഒന്ന് പിടിച്ചു തള്ളിയപ്പോൾ അദ്ദേഹം വീണ് മരണപ്പെട്ടു പോയി. മഹാനായ മൂസാ അലൈഹിസ്സലാമിനോടൊരു ഗുണകാംക്ഷയോടുകൂടി ഒരു മനുഷ്യൻ വന്ന് പറഞ്ഞു, മൂസ, താങ്കളെ വധിക്കാൻ വേണ്ടി, താങ്കളെ പിടിക്കാനും താങ്കളെ പിടിച്ചു വധിക്കാനും വേണ്ടി ഇവിടെ നിന്നൊരു വലിയ സന്നാഹം താങ്കൾക്കെതിരെ തയ്യാറായിട്ടുണ്ട്. താങ്കൾ ഈ നാട് വിട്ടു പോകണം. അദ്ദേഹം ഉടുത്തിരുന്ന വസ്ത്രമൊന്നു മാറാനോ തൻ്റെ മാതാപിതാക്കളെയോ തൻ്റെ കുടുംബത്തെയോ ഒന്ന് സന്ദർശിക്കാൻ പോലും അവസരമില്ലാതെ അദ്ദേഹം പ്രാണരക്ഷാർത്ഥം, വിശുദ്ധ ഖുർആൻ പറയുന്നു, ഭയപ്പാടോടും ആശങ്കയോടും കൂടി 100 കിലോമീറ്ററുകൾക്ക് അകലെയുള്ള മദീൻ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പോയി. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം മദീനിൽ ചെല്ലുമ്പോൾ അവിടെ കാണുന്ന അവസ്ഥ വിശുദ്ധ ഖുർആൻ പറയുന്നത്, ക്ഷീര കർഷകരായ മൃഗങ്ങളെ വളർത്തി ജീവിക്കുന്ന കുറെ മനുഷ്യർ, ഒരു കൊളക്കടവിൽ കുറെ പുരുഷന്മാർ അവരുടെ മൃഗങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നു. 2 സ്ത്രീകൾ മൃഗങ്ങളുമായിട്ട് അവിടെ മാറി നിൽക്കുന്നു. മഹാനായ മൂസാ അലൈഹിസ്സലാം അവരെ കണ്ടപ്പോൾ ചോദിച്ചു, മാ ഖതുബുകുമാ, എന്താ നിങ്ങളുടെ വിഷയം? അവർ പറഞ്ഞു, ആ പുരുഷന്മാർ വെള്ളം കൊടുത്തിട്ട് അവർ മടങ്ങിപ്പോയിട്ടേ ഞങ്ങൾ വെള്ളം കൊടുക്കാൻ പോകൂ.
വഅബൂനാ ശൈഖുൻ കബീർ, ഞങ്ങളുടെ പിതാവ് വയോവൃദ്ധനായ ഒരു മനുഷ്യനാണ്. മൂസാ നബി അലൈഹിസ്സലാം ആ 2 ആടുകളെ വാങ്ങി വെള്ളം കുടിപ്പിച്ച് ആ പെൺകുട്ടികളിലേക്ക് മടക്കി കൊടുത്ത് മഹാനായ മൂസാ അലൈഹിസ്സലാമിന്റെ മനസ്സ് വല്ലാതെ നീറുന്നുണ്ട്. അപരിചിതമായ ഒരു നാട്, കഴിക്കാൻ ഭക്ഷണമില്ല, രാത്രി അന്തി ഉറങ്ങാൻ ഒരു വീടില്ല, അപരിചിതമായ നാട്, കുടുംബമോ ബന്ധുക്കളോ അവിടെയില്ല. വിശുദ്ധ ഖുർആൻ ഇപ്രകാരം പറയുന്നു. ഖുതുബയുടെ ആമുഖമായി ഞാൻ ഓതി വെച്ച വചനം, ഫസഖാലഹുമ, ആ 2 ആടുകൾക്ക് വെള്ളം കൊടുത്തിട്ട് സുമ്മ തവല്ല ഇലൽ ഫഖാല, അദ്ദേഹം ഒരു മരത്തണലിലേക്ക് മാറിയിരുന്നു കൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ, അല്ലാഹുവേ നീ ഇറക്കിത്തരുന്ന എന്തൊരു സഹായത്തിനും ഞാൻ ആവശ്യക്കാരനാണ് റബ്ബേ. എൻ്റെ വയറിന്റെ ഉള്ളിൽ ഭക്ഷണമില്ല, വിശപ്പ് കൊണ്ട് ഞാൻ നീറുന്നുണ്ട്, മനസ്സിന്റെ ഉള്ളിൽ ഭയപ്പാടുണ്ട്, ഫിറഔനിന്റെ പട്ടാളക്കാരും സംഘവും വന്ന് എന്നെ വധിക്കുമോ എന്നുള്ള പേടിയുണ്ട്. ഇവിടെ കുടുംബമോ ബന്ധുപുത്രാദികളോ ആരുമില്ല. ആ സമയത്തും ആ പ്രവാചകൻ പ്രാർത്ഥിച്ചത് ആരോടാണ് എന്ന് സഹസ്രാബ്ദങ്ങൾക്കപ്പുറമുള്ള ആ ചരിത്രം അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. റബ്ബി ലിമ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ, അല്ലാഹുവേ നീ ഇറക്കി തരുന്ന ഏതൊരു സഹായത്തിനും ഞാൻ ആവശ്യക്കാരനാണ്. മൂസാ അലൈഹിസ്സലാം നൊമ്പരപ്പെട്ടു പ്രാർത്ഥിച്ചു. ആ പെൺകുട്ടികൾ ആടുമായി അവിടെ ചെന്നപ്പോ ആ പ്രായമായ പിതാവ് ചോദിക്കുകയാണ്, സാധാരണ നിങ്ങൾ വരുമ്പോ വൈകിട്ടാണല്ലോ വരുന്നത്, ഇപ്പൊ നിങ്ങൾ വളരെ നേരത്തെ വന്നല്ലോ. ആ പെൺകുട്ടികൾ പറഞ്ഞു, അപരിചിതനായ ഒരു മനുഷ്യനെ ഞങ്ങൾ അവിടെ കണ്ടു, ഞങ്ങളുടെ ആടുകൾക്ക് വെള്ളം കൊടുത്തു, എന്നിട്ട് അദ്ദേഹം ഞങ്ങളിലേക്ക് ഏൽപ്പിച്ചു തന്നു. അദ്ദേഹം ഒരു അപരിചിതനാണ്, എന്തോ ഒരു ആവശ്യക്കാരനെ പോലെ തോന്നുന്നുണ്ട് ഉപ്പ എന്ന് ആ പെൺകുട്ടികൾ ഉപ്പയോട് പറയുമ്പോ ഉപ്പ പറയുന്നുണ്ട്, എങ്കിൽ ആ മനുഷ്യനെ വിളിച്ചു കൊണ്ടുവരിക. അള്ളാഹുവിനോട് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് എങ്ങനെയാണ് ഒരു ഉത്തരം നൽകുന്നതെന്ന് അടുത്ത വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഫജാഅതുഹു ഇഹ്ദാഹുമാ തംശി അല ഇസ്തിഹ്യാ, ആ 2 പെൺകുട്ടികളിൽ ഒരാൾ നാണത്തോടുകൂടി മഹാനായ മൂസാ അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് വന്നു. ഖാലത്ത്, എന്നിട്ട് അവൾ പറഞ്ഞു, ഇന്ന അബീ യദ്ഉക ലിയജ്സിയക അജ്റ മാ സഖൈത ലനാ, ഞങ്ങളുടെ ആടുകൾക്ക് വെള്ളം കുടിപ്പിച്ചതിന് താങ്കൾക്ക് കൂലി തരാൻ വേണ്ടി ഞങ്ങളുടെ ഉപ്പ താങ്കളെ വിളിക്കുകയാണ്. ഫലമ്മാ ജാഅഹു വഖസ്സ അലൈഹിൽ ഖസസ്, മൂസാ നബി അലൈഹിസ്സലാം തൻ്റെ മനസ്സിന്റെ ഉള്ളിലുണ്ടായിരുന്ന വിഷമങ്ങളും വേദനകളും എല്ലാം ആ വൃദ്ധ പിതാവിന്റെ മുന്നിൽ പറഞ്ഞു കൽപ്പിച്ചു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ മദീനയിൽ വന്നുപെട്ടത്. അപരിചിതമായ നാടാണ്. ആ സമയത്ത് ആ വൃദ്ധ പിതാവ് മഹാനായ മൂസാ അലൈഹിസ്സലാമിന് കൊടുക്കുന്ന മറുപടി, ഖാല ലാ തഖഫ്, ഭയപ്പെടേണ്ട. വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വലിയ കാര്യം, രോഗങ്ങളുമായി പ്രതിസന്ധികളുമായി നമ്മുടെ മുന്നിലേക്ക് വരുന്ന മനുഷ്യരോട്, ഇതേ രോഗവുമായി ഇന്ന സ്ഥലത്തൊരു മനുഷ്യൻ മരണപ്പെട്ടു പോയി, വല്ലാതെ പ്രയാസപ്പെട്ടു എന്ന് പറഞ്ഞു ഭയപ്പെടുത്തുകയല്ല വേണ്ടത്. അവർക്ക് ആശ്വാസവും സമാധാനവുമാണ് ഒരു വിശ്വാസി നൽകേണ്ടത്. ആ വൃദ്ധ പിതാവ് പറഞ്ഞു, ഖാല ലാ തഖഫ്, മൂസ അങ്ങ് ഭയപ്പെടണ്ട. നജൗത മിനൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളിൽ നിന്ന് താങ്കൾ സുരക്ഷിതനായിരിക്കുന്നു, താങ്കൾ രക്ഷപ്പെട്ടിരിക്കുന്നു. അവിടുത്തെ പട്ടാളവും സൈന്യവും ഈ രാജ്യത്തേക്ക് കടന്നു വരികയില്ല, ഇതൊരു മറ്റൊരു പ്രദേശമാണ് എന്ന് ആശ്വാസവും സമാധാനവും നൽകുകയാണ്. ഈ സംസാരത്തിനിടയിൽ ഖാലത്ത് യഹ്ദാഹുമാ യാ അബതി ഇസ്തഅജിറു, സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ആ 2 പെൺകുട്ടികളിൽ ഒരാൾ വന്നിട്ട് ഖാലത്ത്, അവൾ പറഞ്ഞു,
ഇഹ്ദാഹുമാ, അവർ രണ്ടുപേരിൽ ഒരാൾ, യാ അബതി ഇസ്തഅജിർഹു ഇന്ന ഖൈറ മൻ ഇസ്തഅജർതൽ ഖവിയ്യുൽ അമീൻ, ഉപ്പ നമുക്കൊരു ജോലിക്കാരനെ വേണമല്ലോ. ഈ മൂസ അലൈഹിസ്സലാമിനെ, മൂസയെ ജോലിക്കാരനായി വെച്ചാൽ അദ്ദേഹം ഏറ്റവും ഉത്തമനും ശക്തനും അമീനുമാണ് ഉപ്പ. എങ്ങനെയാണ് ആ പെൺകുട്ടിക്ക് അത് മനസ്സിലായത്? ആടുകൾക്ക് വെള്ളം കുടിപ്പിക്കാൻ വേണ്ടി ഏൽപ്പിച്ചപ്പോഴും ഉപ്പ വിളിക്കുന്നു എന്ന് കുളക്കടവിൽ നിന്ന് വീട് വരെ കൊണ്ടുവന്ന സമയത്തും അവിഹിതമായ ഒരു നോട്ടമോ മോശമായ ഒരു സംസാരമോ ആ ചെറുപ്പക്കാരനിൽ ഇല്ലാത്തത് കൊണ്ട് ആ പെൺകുട്ടി മൂസ അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞത്, ഉപ്പ മനിസ്തഅജർതൽ ഖവിയ്യുൽ അമീൻ, അങ്ങ് ജോലിക്കാരനായി വെക്കുന്നതിൽ ഏറ്റവും ഉത്തമനും ശക്തനും വിശ്വസ്തനുമാണ്. നാം ഒരു കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ, ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ, നാം ഒരു കച്ചവടം നടത്തുമ്പോൾ നമ്മെക്കുറിച്ചും ബഹുസ്വര സമൂഹം പറയേണ്ടത് വിശ്വസ്തനായ ഒരു സത്യവിശ്വാസിയായ മുസ്ലിമായ ഒരു കച്ചവടക്കാരനാണ്. നമ്മെക്കുറിച്ച് നന്മയാണ് പറയേണ്ടത്. ആ ഒരു ചരിത്രമാണ് വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മൂസാ നബി അലൈഹിസ്സലാം ഹൃദയം നൊമ്പരപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് എങ്ങനെയാണ് അള്ളാഹു ഉത്തരം ചെയ്യുന്നതെന്ന് അടുത്ത വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നു. ഇത് കേട്ടപ്പോൾ ആ വൃദ്ധപിതാവ് പറഞ്ഞു, ഖാല ഇന്നി ഉരീദു അൻ ഉൻകിഹക ഇഹ്ദ ഇബ്നതയ്യ ഹാതൈൻ അലാ അൻ തഅജുറനി സമാനിയ ഹിജജ്. മൂസാ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, താങ്കൾ 9 വർഷക്കാലം എൻ്റെ ഈ സ്ഥാപനത്തിൽ പണിയെടുക്കുകയാണെങ്കിൽ എൻ്റെ 2 പെൺമക്കളിൽ ഒരാളെ താങ്കൾക്ക് ഞാൻ വിവാഹം ചെയ്തു തരാം. ഫൈൻ അത്മംത അശ്റ, ഇനി താങ്കൾ 10 വർഷം പൂർത്തിയാക്കുകയാണെങ്കിൽ ഫമിൻ ഇൻദിക, അത് താങ്കളുടേതായ സ്വാതന്ത്ര്യമാണ്. എന്നിട്ടും ആ വൃദ്ധപിതാവ് പറഞ്ഞു, വമാ ഉരീദു അൻ അശുഖ അലൈക്, താങ്കളെ പ്രയാസപ്പെടുത്താനല്ല ഞാനിത് പറഞ്ഞത്. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാലിഹീൻ, അല്ലാഹു ഉദ്ദേശിച്ചാൽ താങ്കൾക്ക് മനസ്സിലാകും ഞാൻ സദ്വൃദ്ധന്മാരായ ദാസന്മാരിൽപ്പെട്ടയാളാണെന്ന് താങ്കൾക്ക് മനസ്സിലാകും. മൂസാ അലൈഹിസ്സലാം ആ വൃക്ഷത്തണലിൽ ഇരുന്ന് നൊമ്പരപ്പെട്ടു പ്രാർത്ഥിച്ചു, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. നൊമ്പരപ്പെട്ട് മൂസാ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചിട്ട് മൂസാ അലൈഹിസ്സലാമിന് അല്ലാഹു കൊടുത്ത ഉത്തരം ഒരു കുടുംബവും ഒരു സമാധാനവും ഒരു ശാന്തിയും നിറഞ്ഞ കുടുംബാന്തരീക്ഷവും. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജീവിത പങ്കാളി ആ കുടുംബത്തിൽ നിന്ന് തന്നെ അല്ലാഹു നിശ്ചയിക്കുകയാണ്. അപരിചിതമായ ആ സ്ഥലത്ത് മൂസാ നബി അലൈഹിസ്സലാമിന് സംരക്ഷണമേകിയ ഈ വാർത്ത വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത്, ദുരന്തങ്ങളും ദുരിതങ്ങളും ഒക്കെ വരുമ്പോ, ഒരുപക്ഷെ മെഡിക്കൽ സയൻസിന് രക്ഷയില്ല എന്ന് പറയുമ്പോ, ഒരുപക്ഷെ കോടതിയിൽ നിരപരാധിയായിട്ടും നമ്മെ ശിക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം വരുമ്പോ അള്ളാഹുവിന്റെ സഹായം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് പ്രവാസിയായിരുന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ ചരിത്രം മലയാളികൾക്കൊക്കെയും സുപരിചിതമായിട്ടും ആ ആട്ടിടയനായ ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്യാത്തത് എന്താണ് എന്ന് ഒരു വാർത്താവതാരകൻ ചോദിച്ചപ്പോ ആ ആട്ടിടയനായ ആ മനുഷ്യനെ കുറിച്ച് പറഞ്ഞത്, അദ്ദേഹം ആത്മഹത്യ ചെയ്യാത്തതിന്റെ കാരണം അദ്ദേഹം ഒരു മുസ്ലിമാണ്, ഒരു വിശ്വാസിയാണ്. എന്താണ് സഹോദരങ്ങളെ, ഈ ചരിത്രങ്ങളിലൂടെ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് പ്രതിസന്ധികളിലെല്ലാം അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാകുമെന്നാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അതാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മൂസാ നബി അലൈഹിസ്സലാം ഈ ചരിത്രത്തിൽ നിന്ന് പാഠം പഠിച്ച ആ പ്രവാചകൻ മുന്നിൽ ചെങ്കടലും പിന്നിൽ ഫിർഔനിന്റെ പട്ടാളവുമാണ്. ആ സമയത്ത് മൂസാ അലൈഹിസ്സലാമിന്റെ അനുചരന്മാര് പറഞ്ഞു, മൂസ ഇന്നാ ലമുദ്റകുൻ, ഇനി ഒരു രക്ഷയുമില്ല, നാം പിടിക്കപ്പെട്ടു. സാധാരണ നമ്മുടെ രാജ്യത്ത് പറയുന്നത് പോലെ മുസ്ലിമീങ്ങൾക്ക് ഇനി ഒരു രക്ഷയുമില്ല, വല്ലാത്തൊരു പ്രതിസന്ധിയാണ് എന്ന് പറയുന്നത് പോലെ ആ അനുചരന്മാർ മൂസാ അലൈഹിസ്സലാമിനോട് പറഞ്ഞപ്പോ ആ പ്രവാചകൻ പറഞ്ഞത്, ഇന്ന റബ്ബി സയഹ്ദീൻ, തീർച്ചയായും എന്റെ റബ്ബ് എന്നെ
ഒരു മാർഗം കാണിക്കും, ഒരു വഴി കാണിക്കും. സഹോദരങ്ങളെ, ഖുതുബയിലൂടെ ഓർമ്മപ്പെടുത്തിയത് ഏതു ദുരന്ത മുഖത്തും പടച്ചവനോട് നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ, റബ്ബിലേക്ക് നാം മനമുരുകി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ ദുആയ്ക്ക് ഉത്തരം തരുമെന്നാണ് മൂസ അലൈഹിസ്സലാമിന്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. പാകിസ്ഥാനിലെ ഡോക്ടർ ഇഷാൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ അനുഭവക്കുറിപ്പിൽ, ജീവിതാനുഭവത്തിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു ചികിത്സിക്കാൻ വേണ്ടി മറ്റൊരു രാജ്യത്തേക്ക് അദ്ദേഹം പോകുന്നു. മൂടൽ മഞ്ഞ് കൊണ്ട് അതിനോടടുത്ത പ്രദേശത്ത് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. മൂടൽ മഞ്ഞ് കാരണം അദ്ദേഹത്തിന് അങ്ങോട്ട് പോകാൻ കഴിയുകയില്ല. ന്യൂമോണിയ ബാധിച്ച കുട്ടികളെ ചികിത്സിക്കുന്ന ആ ഡോക്ടർ അവിടെ വല്ലാത്തൊരവസ്ഥയിലേക്ക് ഇറങ്ങി. അവിടുത്തെ ഉദ്യോഗസ്ഥർ പറഞ്ഞു, താങ്കളെ ഞങ്ങൾ കാറു മുഖാന്തരം ടാക്സിയിൽ താങ്കളെ ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാം. ടാക്സിയിലും യാത്ര ആരംഭിച്ചു മുൻപോട്ട് പോകുമ്പോൾ ശക്തമായ മൂടൽ മഞ്ഞ് കാരണം ഡ്രൈവറിന് മുൻപോട്ട് ഡ്രൈവ് ചെയ്താൻ പോകാൻ കഴിയുന്നില്ല. അദ്ദേഹം അവിടെ ഇറങ്ങിയിട്ട് അടുത്തൊരു കുടിലാണ് കാണുന്നത്. ആ കുടിലിലേക്ക് പോയിട്ട് വാതിൽക്കൽ മുട്ടി. ഒരു പ്രായമായ മാതാവ് വന്നിട്ട് ചോദിച്ചു, എന്താണ് മോനെ, എനിക്കൊന്ന് ടെലിഫോൺ ചെയ്യണം. അപ്പോൾ ആ ഉമ്മ പറഞ്ഞു, ഇവിടെ ടെലിഫോൺ പോയിട്ട് വൈദ്യുതി പോലുമില്ല. ആ ഡോക്ടർ നോക്കുമ്പോ ഒരു ചെറിയ മകൻ അവിടെ പായയിൽ കിടക്കുന്നുണ്ട്. ഉമ്മയോട് ചോദിച്ചപ്പോ, ന്യൂമോണിയ ബാധിച്ചിട്ട് 9-10 വയസ്സായിട്ടും എൻ്റെ മകന്റെ മകനാണ്, അവൻ നടക്കാറില്ല. നിരന്തരം ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ ഇതിനടുത്ത പ്രദേശത്ത് ഒരു പാകിസ്ഥാനിയായ ഡോക്ടർ ഇഷാൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ ഒരു ഡോക്ടർ വന്ന് കുട്ടികളെ ചികിത്സിക്കുന്നുണ്ട്. എൻ്റെ മകനും ഒരു ചികിത്സ കിട്ടിയിട്ട് കൊള്ളാമായിരുന്നു എന്ന് ആ ഡോക്ടറോട് പറയുമ്പോൾ കണ്ണ് നിറഞ്ഞുകൊണ്ട് ആ ഡോക്ടർ പറഞ്ഞു, ഞാനാണ് ആ ഡോക്ടർ ഇഷാൻ. ആ ഫ്ലൈറ്റ് അവിടെ ലാൻഡ് ചെയ്തതും കാർ അവിടെ നിർത്തേണ്ടി വന്നതും അള്ളാഹുവിന്റെ തീരുമാനമാണ്. അതാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തിയത്, ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാതിരുന്നാൽ, നിങ്ങൾ അള്ളാഹുവിനോട് എന്ത് വിഷമഘട്ടത്തിലും പ്രയാസത്തിലും സന്തോഷത്തിലും സങ്കടങ്ങളിലും അള്ളാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കാതിരുന്നാൽ, ഖുൽ മാ യഅബഉ ബികും റബ്ബി, അള്ളാഹു നിങ്ങളെ എങ്ങനെയാണ് പരിഗണിക്കേണ്ടത്? എങ്ങനെയാണ് നിങ്ങളുടെ റബ്ബ് നിങ്ങളെ പരിഗണിക്കുന്നത്? എന്നാൽ സഹോദരങ്ങളെ, ആരോടാണ് നാം പ്രാർത്ഥിക്കേണ്ടത്? ചില ആപത്ഘട്ടങ്ങളിൽ വിശ്വാസികളിൽ ഒരു വലിയ ശതമാനം ബദരീങ്ങളോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. മരിച്ചുപോയ മഹാന്മാരോടും മഹത്തുക്കളോടും പ്രാർത്ഥിക്കുന്നവരുണ്ട്. ദുരന്തങ്ങളിൽ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവരുണ്ട്. ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്? അള്ളാഹുവിന്റെ റസൂലിനോട് വിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്, ഖുൽ നബിയേ പറയുക, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ രക്ഷിതാവായ അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. കടുവയിൽ തങ്ങളോടും ഭീമാപ്പള്ളി ഉമ്മച്ചയോടും അല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്. എല്ലാം നിയന്ത്രിക്കുന്നവനായ സർവ്വലോകത്തിന്റെയും സൃഷ്ടാവായ അള്ളാഹുവിനോട് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. വലാ ഉശ്രികു ബിഹി അഹദ, ആ റബ്ബിനോട് ഞാൻ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല. വിശുദ്ധ ഖുർആനിലൂടെ സൂറത്തുൽ ജിന്നിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്, ഏതൊരു ദുരന്തമുഖത്തും ഏതൊരു പ്രതിസന്ധിയിലും ഏതൊരു സങ്കടത്തിലും നീറ്റലിലും നമ്മുടെ ഹൃദയം തുറക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള മുവഹിദുകളും മുത്തഖുകളുമായി പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ, വലിയ പരീക്ഷണങ്ങളിൽ പതറിപ്പോകാതെ, അള്ളാഹുവിന്റെ കാവലിലും സംരക്ഷണത്തിലുമായി പടച്ച റബ്ബ് മുൻപോട്ട് കൊണ്ടുപോകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി വിശ്വാസിനികളെ, പടച്ച റബ്ബിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് പ്രത്യേകം ഉണർത്തുന്നു.
അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഈ ദീൻ സ്ത്രീകൾക്ക് നൽകുന്ന അവകാശങ്ങളും അവരോടുള്ള കാരുണ്യവും എത്രത്തോളമാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചക വചനങ്ങളിലൂടെയും നമ്മെ ഉണർത്തുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിടവാങ്ങുമ്പോൾ പോലും ഔ മാ മലക്കത്ത് ഐമാനുക്കും, നിങ്ങളുടെ വലം കൈ ഉടമപ്പെടുത്തിയ നിങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണമേ എന്ന് ഉണർത്തുന്നുണ്ട്. ഇനി ആണാകട്ടെ പെണ്ണാകട്ടെ അള്ളാഹുവിനോടൊന്നിനെയും പങ്കു ചേർക്കാതെ നമസ്കാരത്തിലും ഇബാദത്തുകളിലുമൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ വിശ്വാസിയായിക്കൊണ്ട് കർമ്മങ്ങൾ ഇബാദത്തുകൾ ചെയ്യുകയാണെങ്കിൽ